ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്ത അതേപടി പൊതുജനം കഴുതിയല്ല സാർ ആവർത്തിക്കുന്നില്ല. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തിരിക്കുന്നു. 2019 മന്ത്രി എന്ന നിലയ്ക്ക് സ്വാഭാവിക നടപടി എന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം. തൽക്കാലം ആ വാദം അംഗീകരിക്കാം. പക്ഷേ പാളികൾ ഒന്നൊന്നായി നീക്കുമ്പോൾ ചെമ്പ് തെളിയുന്ന ന്യായീകരണ വാദങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ കേട്ടതെല്ലാം. കേവലം നടപടിക്രമങ്ങളിലെ വീഴ്ച എന്നിടത്തു നിന്ന് രാജ്യാന്തര പുരാവസ്തു കടത്തിലേക്ക് വരെ സംശയമുന നീളുന്ന വമ്പൻ കൊള്ളയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണ് അനുദിനം. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കിമാറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഹൈക്കോടതിക്ക് തോന്നിയ അതൃപ്തിയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ അന്നത്തെ നിലപാട്. എന്നാൽ കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോയി ചെയ്തതിൽ വീഴ്ചയുണ്ടെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് ദേവസ്വം ബോർഡിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് രേഖകൾ പരിശോധിച്ച കോടതിയാണ് 2019 പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തിയതും അന്വേഷണം പ്രഖ്യാപിച്ചതും. ഇതിനു പിന്നാലെ താൻ നൽകിയ പീഠങ്ങൾ കാണാനില്ലെന്ന വാദവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം. കാണാനില്ലെന്ന് പറഞ്ഞ പീഠം പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടെ ആ വാദം പൊളിയുകയും പോറ്റി കേസിലെ കേന്ദ്രബിന്ദുവാവുകയും ചെയ്തു. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു നിന്നവരെല്ലാം പിന്നെ വരിയായി അകത്തേക്ക്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, D സുധീഷ് കുമാർ, KS ബൈജു. ഇതോടെ കൊള്ളയുടെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരാനായി ദേവസ്വം ബോർഡിന്റെ ശ്രമം. കേസിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്ന നേതാക്കളുടെ വാദം പൊളിച്ചത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ എന്നിവരുടെ അറസ്റ്റ്. ഇതോടെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നായി CPIM. പക്ഷേ പ്രധാന നേതാവ് അകത്തായിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ആയുധമാക്കി. അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് പ്രതിരോധം തീർത്ത ഭരണപക്ഷം SIT കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നുവെന്ന് ആവർത്തിച്ചു. പക്ഷേ ആ വാദത്തിനും അധികം ആയുസ്സുണ്ടായില്ല. ഡിസംബർ 5 ശേഷം അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നും ഉന്നതരെ ഒഴിവാക്കുന്നുവെന്നും ഹൈക്കോടതിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്ത് SITക്ക് മേൽ സമ്മർദ്ദം എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കോടതിയുടെ വാക്കുകൾ ബലം നൽകി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ S ശ്രീകുമാർ, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, N വിജയകുമാർ എന്നിവർ അറസ്റ്റിൽ. ഇതിനിടയിലെല്ലാം പ്രതിപക്ഷം ഉന്നം വെച്ചത് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ കടകംപള്ളി വെല്ലുവിളിച്ചു. തെളിവ് കോടതിയിൽ നൽകാമെന്ന് VD സതീശൻ. പോറ്റി സ്പോൺസർഷിപ്പിനുള്ള അപേക്ഷ നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കാണെന്ന A പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെയും CPIMനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ദൈവതുല്യരെ പോലെ കരുതിയ ചിലർ ഞെട്ടിച്ചെന്ന A പത്മകുമാറിന്റെ ആദ്യ പ്രതികരണം ഉന്നം വെച്ചതാരെ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ്. ഏതായാലും ശവന്തീനികളല്ല. പ്രതിപക്ഷ ആരോപണങ്ങളെ നേരിടാൻ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം CPIM ആയുധമാക്കി. ആ ചിത്രത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സൗഹൃദം പങ്കിടുന്ന ചിത്രം പുറത്തുവിട്ട് RSP നേതാവ് ഷിബു ബേബി ജോൺ തിരിച്ചടിച്ചു. ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്ന ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും CBI അന്വേഷണ ആവശ്യം BJP ശക്തമാക്കുകയും ചെയ്തതിനിടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയോ അന്വേഷണത്തിലെ നിർണായക നീക്കമോ ഈ ചോദ്യം ചെയ്യൽ. ഇതിനുത്തരം ലഭിക്കണമെങ്കിൽ കേസിൽ കോടതി വിധി വരണം. ഏതെല്ലാം വാദങ്ങൾ കൊണ്ട് മറച്ചുവെച്ചാലും സത്യം മറനീക്കി പുറത്തുവരട്ടെ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.